ഭരണകൂടത്തിന്റെ സഹായത്തോടെ സകല നിയമങ്ങളും ലംഘിച്ച് ഒരു പാറമട. പത്തനംതിട്ടയുടെ കിഴക്കൻ മേഖലയായ ചുറ്റാറിൽ പ്രവർത്തിക്കുന്ന ഡെൽറ്റ പാറമടയാണ്. വനത്തിനുള്ളിൽ പാറമട പ്രവർത്തിക്കരുത് എന്ന ചട്ടം മറികടന്ന് രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പാറ പൊടിച്ചു കടത്തുന്നത്. ഒരു പ്രമുഖ TV ചാനലിന്റെ ഡയറക്ടറുടേതാണ് ഈ പാറമട. പാവപ്പെട്ടവൻ വീടുവെക്കാനായി 5 സെന്റ് ഭൂമിയും വാങ്ങിച്ചെന്നാൽ വനമേഖലയാണെന്നും അതിലോല പ്രദേശമെന്നുമൊക്കെ പറഞ്ഞു ഓടിക്കുന്ന ഉദ്യോഗസ്ഥരുടെയും സർക്കാരിന്റെയും മുന്നിൽ തന്നെയാണ് പത്തനംതിട്ട ചിറ്റാറിൽ ഈ പാറമടയും പ്രവർത്തിക്കുന്നത്. എല്ലാ നിയമങ്ങളും ലംഘിച്ച് പെരിയാർ ടൈഗർ റിസർവിന്റെ ഭാഗമായ ശബരിമല വനത്തിനുള്ളിൽ എങ്ങനെ ഒരു പാറമട പ്രവർത്തിക്കുന്നു എന്നത് ഒന്നാമത്തെ ചോദ്യം. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന പാറമടയ്ക്ക് പാരിസ്ഥിതിക അനുമതി ലഭിച്ചിട്ടുണ്ടോ എന്നത് രണ്ടാമത്തെയും. പക്ഷേ ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം ലഭിക്കില്ല എന്ന് നാട്ടുകാർക്കും അറിയാം. ഗതികെട്ട അവസ്ഥയിലായതുകൊണ്ട് അവരും പലതും തീരുമാനിച്ചിട്ടുണ്ട്. 150 കോടി ഒന്നിച്ചാ കാച്ചുന്നത്. അപ്പോൾ അത് ഏറ്റവും വലിയൊരു ദോഷമാണ്. പന്തളങ്ങാട്ട് ഡെൽറ്റയുടെ ഗേറ്റ് ഞങ്ങൾ ബ്ലോക്ക് ചെയ്യും. ഡെൽറ്റയുടെ ഗേറ്റ് ഞങ്ങൾ ബ്ലോക്ക് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. അപ്പോൾ അതിന് ശക്തമായി ഞങ്ങൾ ഇവിടുത്തെ പോലീസ് വകുപ്പ്, ഇവിടുത്തെ കളക്ടർ, ഇവിടുത്തെ SP, വില്ലേജ് ഓഫീസർക്ക് പരാതി പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സ്ഥാപനത്തിന്റെ ഡയറക്ടറായ ഡെൽറ്റ തോമസ് ആണ് പാറമടയുടെ ഉടമ. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ളവരുമായുള്ള ബന്ധവും പാറമടയുടെ പേരിൽ ഉയരുന്ന നിയമലംഘനങ്ങളെ സാധൂകരിക്കാനായി ഉപയോഗിക്കുന്നുവെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ഇതുതന്നെയാകാം പാറമടയ്ക്കെതിരെ പോയ ഒരു പരാതിന്മേലും നടപടി ഉണ്ടാകാത്തതും. ക്യാമറമാൻ ഷമീർ പത്തനാപുരത്തിനൊപ്പം S. ശ്യാംകുമാർ, റിപ്പോർട്ടർ, പത്തനംതിട്ട.